ഹായ് കൂട്ടുകാരെ, ഇന്ന് എവിടേക്കാണ് ഞങ്ങളുടെ യാത്ര എന്നറിയാമോ? ഇന്ന് പുത്താപ്പള്ളിയിലേക്കാണ് യാത്ര. അങ്ങനെ പുത്താപ്പള്ളിയിൽ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു വഴിയാണ്. ഇപ്പോൾ കണ്ട കൃഷിയിടം കണ്ടപ്പോൾ ഞാനൊന്ന് നിർത്തി വീഡിയോ എടുത്തതാണ്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി വീഡിയോ. അങ്ങനെ കടയിലൊക്കെ എത്തി. കടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പുറത്ത് കേട്ടോ. നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് പുറത്ത്. അങ്ങനെ അകത്തേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കാണ്. പക്ഷേ കടയുടെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നേരം അത് നോക്കിയിരിക്കാം. എന്തിനാ ഇങ്ങോട്ട് വന്നേന്നല്ലേ? മുണ്ടുകളും സാരികളൊക്കെ നോക്കാനാണ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നമ്മൾ നെയ്ത്തിന് ഉപയോഗിക്കേണ്ട രേഖ ഇതാണ്. നമ്മുടെ ഗാന്ധിജി പഴയ കാലത്ത് ചുറ്റിയെടുക്കില്ലേ? ചുറ്റിനെ കണ്ടിട്ടോ? ഗാന്ധിജി ഇങ്ങനെ ചുറ്റിട്ടത് അത് ചുറ്റിയിട്ടാണ് നമ്മുടെ ഈ നൂലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പൊ അത് ആ നൂല് ആഡ് ചെയ്തതിനു ശേഷം അത് നമ്മൾ ഇതിനുള്ളിലേക്ക് ആക്കുന്നു. കണ്ടോ? ഇതിന്റെ പേര് നാടാവുന്നതാണ്. ഇനി ബാക്കി ക്ലാസ്സും കൂടി ഒന്ന് കേട്ടു നോക്ക്, നിങ്ങൾക്ക് വളരെയധികം ഉപകാരത്തിൽപ്പെടും. ഒരു പൊട്ടിയാലടക്കം നമ്മൾ ജോയിന്റ് വെച്ചിട്ട് വേണം. ഇത് കണ്ടില്ലേ? ഈ കാണുന്നത് കണ്ടോ? ഇത് ഓരോന്നും ഓരോ ഹോളാ. കണ്ടില്ലേ? കണ്ടോ? കണ്ടോ? ഇതിന് വരും പലക പോലുള്ളത്. പലകയല്ല, ഹോൾ കണ്ടില്ലേ? അപ്പോൾ അതിൽ ഏതിലാണോ നൂല് പൊട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കൃത്യമായിട്ട് ഇത് ഇങ്ങനെ നീക്കിയാൽ കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ജോയിന്റ് വയ്ക്കാൻ എടുത്തിട്ടില്ലേ? ജോയിന്റ് ഉള്ള നൂലാണ് എടുത്തിട്ട് വേണം ജോയിന്റ് ചെയ്യാനായിട്ട്. നമുക്കിതിൽ ഇത് സാരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ധോത്തി നെയ്യാം, കളർ സാരി നെയ്യാം, ഷോള് നെയ്യാം, ചുടിദാർ നെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെതായ ഡിസൈൻസ് വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും മോഡലും എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. അവിടെ പോയി കണ്ടത്. ഇവിടെ പിന്നെ ജസ്റ്റ് ഒരു ഡെമോ ആണ്. ഇതിൻ്റെ 5 ജനറേഷൻ ആയിട്ടുള്ള ഒരു തറിയാണിത്. എൻ്റെ മുത്തശ്ശൻ്റെ തറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുത്താമ്പള്ളി പോയി കണ്ടതൊക്കെ ഇതൊക്കെ കമ്പിയാണ്. കേട്ടില്ലേ? ഇതുപോലെ ആയിരിക്കില്ല, മരത്തിൻ്റെ ആണ്. ഇത് ഒറിജിനൽ മരമാണ്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഇതും ആ റോഡ് കണ്ടില്ലേ? അതൊരു 5 തലമുറയായിട്ട് തന്നെ ആ മരത്തിലുള്ളത്. ബാക്കിയൊക്കെ നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് ഇത് കണ്ടില്ലേ? ഇതൊക്കെ 5 വർഷത്തെ തലമുറയായിട്ടുള്ളതാണ്. പിന്നെ ഇത് ഹാൻഡ്ലൂം ആണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അറിയാനായിട്ട് ഉള്ള ഒരു ഐഡിയ. ഈ ഹോള്, അതായത് നമ്മൾ ഈ ഇതുണ്ടല്ലോ ചെറിയ ഇതില്ലെങ്കിൽ പവർ റൂമാണ്. സെയിം സാരി തന്നെ ചിലപ്പോൾ ഞാൻ സാരി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരു 350 രൂപയുടെ സാരി ആണെങ്കിൽ നിങ്ങളുടെ 1500 പറഞ്ഞ് കൈത്തറി എന്ന് പറഞ്ഞ് തരാണെങ്കിൽ അത് പറ്റിക്കാണ്. കൈത്തറി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ആ ക്വാളിറ്റിയും ഫിനിഷിങ്ങും കസവും പവർ റൂമിൽ പ്ലാസ്റ്റിക് കസവുണ്ട്, ഹാഫിൻ കസവുണ്ട്. അതേപോലെ ഈ കൈയും കൊണ്ട് നെയ്യുന്നതിൻ്റെ ഫിനിഷിങ് അത് പവർ റൂമിൽ കിട്ടില്ല. അത് സ്വിച്ച് ഇട്ടാൽ മതി. 15 സാരി 20 സാരി വരെ ഒരു ദിവസം നെയ്തെടുക്കാം. സാരി എടുക്കുന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ? നെയ്ത സാരിയുടെയും മുണ്ടിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും